ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സന മരം വ്ളോഗ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫുൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പ്രാവശ്യം 2 ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഷോപ്പ് ചെയ്തത് എജുമോട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ക്യാമറ കേസ് ഇനി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാണ്. ഞാൻ ഈ പ്രാവശ്യം ജീനിയുടെ ബാഗാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ലാത്തൊരു അടിപൊളി ബാഗ് തന്നെയാണ്. ജീനി ബ്രാൻഡ് അടിപൊളി തന്നെയാണ്. ആൻഡ് ഒരു 4 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു ബാഗ് തന്നെയാണ്. ഭയങ്കര സ്പേസുള്ള ആണ് ഞാൻ എടുത്തത്. ഞാൻ ഈ പ്രാവശ്യം 7th ആയതുകൊണ്ട് കുറച്ച് ബുക്കുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൊള്ളിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് തന്നെ എടുത്തത്. നമ്മൾ സാധാ ബാഗിലേക്ക് കാണുന്ന ഇവിടെ മാത്രം ഉണ്ടാവുന്നതാണ്, പക്ഷേ ഇത് ഫുള്ളുണ്ട് കേട്ടോ. പിന്നെ ഈ സിബായിട്ട് നമുക്ക് ബോക്സും പൗച്ചൊക്കെ വെക്കാൻ പറ്റിയൊരു സിബാണ്. നമുക്ക് ബോക്സും പൗച്ചും കൊണ്ടുപോയില്ലെങ്കിലും ആ നെറ്റിനകത്ത് നമുക്ക് പെന്നും പെൻസിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഭയങ്കര സുഖമായി കൊള്ളിക്കാൻ പറ്റും. ഭയങ്കര സ്പേസിനെസ് ആട്ടെ ഈ ബാഗിൻ്റെ പ്രത്യേകത. നമ്മൾ കാണുമ്പോൾ ചെറിയ ബാഗ് പോലെ ഉണ്ട്, പക്ഷേ അതിൽ നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് ബുക്സൊക്കെ നന്നായി വെക്കാൻ പറ്റും. വലിയൊരു അറ തന്നെയാണത്. ആൻഡ് ഇതിനായിട്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പിന്നെ അടിയിലായിട്ടൊരു സീക്രട്ട് സിബ് വരുന്നുണ്ട് ഗൈസ്. ഈ സിബ് എന്ന് പറയുമ്പം നമുക്ക് ഒരു റെയിൻകോട്ടാണ്, ബാഗിൻ്റെ റെയിൻകോട്ടാണ് ജീനിയെന്ന് എഴുതിയിട്ടുള്ളത്. നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ബാഗിൽ നിന്ന് നനയാതിരിക്കാനായിട്ടാണ്. ആൻഡ് അത് ഭയങ്കര സുഖമാണ്. നമുക്കിതൊരു സീക്രട്ട് സിബായിട്ടും യൂസ് ആക്കാം, മുട്ടയൊക്കെ കൊണ്ടുപോകാൻ. ആൻഡ് പിന്നെ ഇതാണ് ഈ ബാഗ്. അടിപൊളി തന്നെയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളറൊക്കെ ആകുമ്പോൾ അതിലും അടിപൊളി തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച ബാഗ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറിയൊരു ബാഗാണ്. മദ്രസ് കേട്ടോ. ഞാൻ ഈ ബാഗ് വാങ്ങി മദ്രസ്ക്കും പിന്നെ സ്കൂൾ എക്സാം ഒക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാം. അടിപൊളി ബാഗ് തന്നെയാണ്. 2 ചെറിയ കമ്പാർട്ട്മെൻറ്റും മുന്നിലായിട്ടൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. നല്ല സ്പേസ്നെസ് ഉണ്ട് കേട്ടോ, അതാണ് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഏകദേശം അറൗണ്ട് 450 എന്തോ ഉള്ളൂ ആ ബാഗിന്. ഈ സ്മൈലിയുടെ ജീനിയുടെ ബാഗിന് 2000 ഉണ്ട്. മറ്റേ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിനും ഓൺലി 350 400 അങ്ങനെ എന്തോ ആണ്. ഭയങ്കര സ്പേസ് ഉണ്ട്. ഒരു 3 സിബുമാണ് വരുന്നത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലായിട്ട് നമുക്ക് വേറൊരു പ്രശ്നവും വരത്തില്ല. ബാഗ് അതാണ് ഞാൻ വാങ്ങിച്ച 2ഉം. പിന്നുള്ളത് എന്താ, ഞാൻ ഗിവ് അവേക്ക് കാണിച്ചൊരു യൂണിക്കോൺ ഡോംസിൻ്റെ സെറ്റില്ല, അതുപോലെ തന്നെ ഞാൻ എനിക്കും വാങ്ങിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ അടിപൊളി ബോക്സ് ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡിലൊന്നും എനിക്ക് എവിടെയും കിട്ടാറില്ല, പക്ഷെ ആ ഡോംസ് എന്ന് എഴുതിയ വേണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളി തന്നെയാട്ടോ അത്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സാധനമുണ്ട്. 3 പെൻസിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ഡോംസിൻ്റെ പെൻസിൽസ് അടിപൊളിയാണ്. അപ്പം അങ്ങനെ പിന്നെ ഒരു സ്കെയില്, ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഷാർപ്നർ, മിനി ഷാർപ്നർ, ഒരു ടയറിൻ്റെ ഷേപ്പിൽ ഇറേസറും ആൻഡ് 12 ഷെയ്ഡ് വാക്സ് ക്രയോണുമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അടിപൊളി തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അടുത്തത് ഇത് ഏകദേശം 1020 എന്തോ ആണ് അറൗണ്ട് എനിക്ക് വന്നത് ലുലു മോളിൽ നിന്ന്. ഞാൻ ലുലു മോളിൽ നിന്ന് ഷോപ്പ് ചെയ്തതാണത്. ആൻഡ് ഇത് 4 സെറ്റിന് എത്ര 80 രൂപയായിട്ടാണ്. ഞാൻ എജുമോട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ എന്തോ ഉള്ളൂ. ബ്ലൂ, പിങ്ക്, പിസ്ത ആൻഡ് ഓറഞ്ച്, അത് അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. പിന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയാണ്, ഒരു ഗ്രീനും പിസ്തയും. 1 25 20 അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഈ പെന്ന് ഇതുപോലത്തെ ഒരു 10 പെൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി പെന്നാണ് സെല്ലോൻ്റെ. പിന്നെ ഇതുപോലത്തെ സ്മൈലിൻ്റെ ക്യൂട്ട് സർക്കിൾ ഹെറിസസ് ഞാനൊരു 4 കവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു കവറിന് 25 രൂപ എന്തോ ആണ്. പിന്നെ ഞാൻ ഈ ഒരു വാഷിനെ പോലത്തേതും പിന്നെ ഒരു സ്പിൻ ഇറേസറും ക്യാമലൈൻ്റെ, പിന്നെ ഒരു സ്വീറ്റ് ക്യാൻഡി ഹൈലൈറ്ററാണ്, ഒരു ഗ്രീൻ കളറിൽ, അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ബോർഡ് മാർക്കർ, ഇവിടെ ബോർഡ് ഉണ്ട് അപ്പം അതിനായിട്ട് എഴുതാൻ. പിന്നെ ഞാൻ ഈ പ്രാവശ്യം വൈറ്റ്നറിന് പകരം കറക്ഷൻ ടേപ്പാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ആൻഡ് അത് ഏകദേശം 155 എന്താണ്. ഇത് പിന്നെ മൈമനഡിൻ്റെ ഒരു ഷാർപ്നർ ഇറേസറും കൂടെ വരുന്നതാണ്.
പിന്നെ എനിക്കറിയാം എന്തായാലും ഞാൻ ആ ബോക്സ് ഒരു പകുതി ആകുമ്പോഴത്തേക്കും അതെന്തായാലും എൻ്റെ ഒന്ന് കേട് വരുമെന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്താ ഒരു പൗച്ച് വാങ്ങിച്ചാണ്, ഒരു ബ്ലാക്ക് കളറിൽ 120 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പ്രൈസ്. കുഴപ്പമില്ല, നല്ല സ്പേസുള്ളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി 120 റുപ്യ അങ്ങനെ എന്തോ ആട്ടോ അതിൻ്റെ പ്രൈസ് വന്നേ. യൂസ്ഫുൾ ആണ്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു പേപ്പർ സോപ്പ്. ഞാൻ സ്കൂൾക്ക് കൊണ്ടുപോകാറുണ്ട്, അപ്പോൾ അതിൽ 2 വാങ്ങിച്ചു. പിന്നെ ഇതൊരു ചോക്ലേറ്റിൻ്റെ ഷേപ്പിലെ ഇറേസറാണ്. ഇത് പിന്നെ ഞാൻ കാണിച്ച സ്മൈലി സർക്കിൾ ഇറേസർ. ഇത് പിന്നെ 6 കളർ ഹൈലൈറ്റർ ആൻഡ് സ്കെച്ച് വരുന്ന ടൈപ്പാണ്. അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്ത് പിന്നെയും വാങ്ങിച്ചതാണ്. ഇത് പിന്നെ പോക്കറ്റ് ടിഷ്യൂ എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് സ്കൂൾ പറഞ്ഞാലെന്തോ. ഇത് പിന്നെ ഒരു ക്യൂട്ട് ക്യാരറ്റിൻ്റെ ഷേപ്പിൽ ഹൈലൈറ്ററാണ്, ബ്ലൂ കളറിൽ. ഇത് ഒരുപാട് ക്യൂട്ട് പെന്നുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് പിന്നെ ഡോംസിൻ്റെ 2 പെൻസിലേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ ഈ കൊല്ലം പെന്നാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതാണ് എങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇങ്ങനെ എറേസർ മാറ്റി ഇടാൻ പറ്റിയൊരു പെൻ എറേസർ എന്നൊക്കെ പറയില്ല, അതുപോലെ മാറ്റി ഇടാൻ പറ്റിയൊരു എറേസർ. പിന്നെ ഇത് ലിപ്സ്റ്റിക് എറേസറാണ് ഫ്രോസൻ്റെ. ഇത് ഞാൻ നേരത്തെ കാണിച്ച ലാവൻഡർ ഷെയ്ഡിൻ്റെ കളർ പെന്ന് വേറെ ഒരു കളറാണ്. ഉള്ളൊക്കെ പിങ്ക് ബോൾ പെന്നാണത്. പിന്നെ സെല്ലോൻ്റെ പെന്ന്, ലെക്സി പെന്ന്, അങ്ങനെ ഒരുപാട് പെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടോ എലക്സിൻ്റെ പെന്ന്, അങ്ങനെ ഒരുപാടധികം പെന്നുകൾ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാനൊരു എന്താ പറയുക, ഒരു മാജിക് പെൻ പോലത്തെ ഒരു ടൈപ്പ് സാധനം, അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഇനി ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഞാനിനി ഓൺലൈൻ ത്രൂ വാങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ നോക്കി, പക്ഷേ നമുക്ക് പറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇജുമോട്ടിലുണ്ട്, പക്ഷേ അത് വേറെ ടൈപ്പാണ്, നമുക്ക് ലഞ്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഓൺലൈൻ ത്രൂ വാങ്ങാം, ആമസോണിലോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ എങ്ങനെയായാലും. മീഷോ ഞാൻ അധികം ഷോപ്പ് ചെയ്യാറില്ല, ബട്ട് മീഷോ അടിപൊളിയാണ്. ചിലപ്പോൾ മീഷോ ഒന്ന് വാങ്ങി നോക്കട്ടെ. എന്നിട്ട് ഞാൻ വാട്ടർ ബോട്ടിലും ഞാനൊരു അൺബോക്സിംഗ് വ്ളോഗ് ഇടുന്നുണ്ട് ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.